വെള്ളിയാഴ്ച ഇന്ന് കൗഫ് ഓതണം. അപ്പോൾ കൗഫ് ഓതുമ്പോൾ ബേസിക്കലി നമ്മൾ കൗഫ് സാധാരണ എന്താ ഉണ്ടാവുക, ഉച്ചക്ക് മുമ്പ് ജുമക്ക് പോണതിന് മുമ്പ് എങ്ങനെയെങ്കിലും അത് തീർക്കുക എന്നുള്ളതിലായിരിക്കും. അപ്പോൾ ഞാനിന്ന് എപ്പിസോഡ് ഉണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടും എന്നുള്ള നെയ്യത്തിൽ അല്ല ഞാൻ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ ആക്റ്റായിട്ട് വന്നാന്ന് വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ വായിച്ചു നോക്കി കൗഫിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലിങ്ങനെ ഒരു തഫ്സീർ, ഒരു ചാനലിൽ ഇങ്ങനെ തഫ്സീർ വിശദീകരിക്കുന്നിടത്ത് മൂപ്പരിങ്ങനെ നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്നിടത്ത് മൂപ്പര് സൂറത്തുൽ കഹ്ഫിലെ ഇദാവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫി അല്ലെങ്കിൽ ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ആ ഭാഗത്ത് മൂപ്പരിങ്ങനെ യുവത്വത്തെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ എല്ലാ പ്രൊഡക്ടിവിറ്റിയുടെയും എല്ലാ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെയും എല്ലാത്തിൻ്റെയും ഉച്ചി എന്ന് പറയുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ യുവത്വം. ഇപ്പോൾ ഒരു സൂര്യൻ, ആ സൂര്യൻ ഉച്ച സമയത്തുള്ള ആ കത്തി നിൽക്കുന്ന സമയമാണ് ഏറ്റവും ടോപ്പ് സമയം എന്ന് പറയുന്നത്. അപ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ടോപ്പ് സമയമാണ് യുവത്വം. അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംഗിൾ അതായിരിക്കും. ഇതേപോലെ ഈ സൂറത്തുൽ കഹ്ഫിൽ ഒരുപാട് കഥകൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കഥ പറയുമ്പം അവിടെ രാജാവിൻ്റെ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് പറയുന്നില്ല, അവിടെയുള്ള ഒരുപാട് സംഗതികൾ നടക്കുന്നുണ്ട്, ഇതൊന്നും പറയുന്നില്ല. ഒക്കെ പിന്നീട് ഹദീസിലോ മറ്റു കഥകളിലാണ് വരുന്നത്. ഇവിടെ ഫസ്റ്റ് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫി, അവർ ഫിത്തിയത്ത്, ആ യങ് ആയിട്ടുള്ള ആൾക്കാരെന്നുള്ള ആ എലമെൻ്റാണ് ആ സൂറത്തിൽ ഇങ്ങനെ എടുത്തു കാണിക്കുന്നൊരു സംഗതി. ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബി റബ്ബിഹിം വസിദ്നാഹും ഹുദ. അപ്പോൾ ഈ യങ് ആയിട്ടുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ ഒരു ലൈഫ്, ഈ ടൈമും ഒക്കെ ഭയങ്കര ഓർഡറാക്കുക. അത് ഏത് വിധേനയും വിശുദ്ധ ഖുർആൻ എന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ എടുക്കേണ്ടത് വിശുദ്ധ ഖുർആനും ഹദീസുമാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ഈ സെൽഫ് ഹെൽപ്പ് ജോണർ എന്ന് പറയുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയായിട്ട് കാണാം, അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും അർത്ഥത്തിൽ പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു പുഷ് ചെയ്യുന്നൊരു സംഗതിയായിട്ട് ഇതിനെ കാണാമെന്നുള്ളതാണ് ആ ഒരു സമയം ഇങ്ങനെ കേട്ടുപോയപ്പോൾ എനിക്ക് തോന്നിയൊരു സംഗതി. പക്ഷേ അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ എപ്പിസോഡിൻ്റെ അർത്ഥം കൂടി അതിലായിരിക്കും. യങ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ യങ് ആയിട്ടുള്ള ആൾക്കാർ എവിടെയൊക്കെ നശിച്ചിട്ടുണ്ടോ ആ രാജ്യം നശിക്കും, ആ സമൂഹം നശിക്കും. യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ചലനം എങ്ങോട്ടാണോ അതായിരിക്കും മൊത്തത്തിലുള്ള പോക്ക്. ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങളെ യുവത്വത്തെ നമ്മളിപ്പോൾ യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെക്കോ പോകുന്നതൊന്നും അല്ല കേട്ടോ പറയുന്നത്, നമ്മളെന്തോ ഭയങ്കര അങ്ങനല്ല പറയുന്നത്. പക്ഷെങ്കിൽ യങ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രധാനം. പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യവും ഒഴിവ് സമയമൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പം നമുക്ക് ഈ ഒരു സാധനം നമുക്ക് ഹദീസിലൊക്കെ കാണാൻ പറ്റും, ഹദീസിലും ഖുർആനിലും